വാട്സ്ആപ്പ് എല്ലാവർക്കും ഫാമിലിക്കാർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചെടി സെറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ഉണ്ടത്. അപ്പോൾ ഇത് അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വൈറ്റ് വെരിക്കേറ്റഡ് യുജീനിയ എന്നിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മിച്ചി മേരി ഗോൾഡ്, അതായത് നമ്മുടെ ഒരു കവുങ്ങിൻ്റെ ഒക്കെ മോഡലിൽ ഒരു മിച്ചി മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടോ. ആ സാധനത്തിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതേ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിരുന്നു. പിന്നെ ദേ നമ്മൾ മിച്ചി മേരി ഗോൾഡിൻ്റെ കവറ് പൊട്ടിച്ചു. അങ്ങനെ നേരെ ഇറക്കി സ്ഥാനം നോക്കലാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കുക. ഇതേ സ്ഥാനമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ 24 ഇഞ്ച് ടെറാക്കോട്ട ചട്ടിയിൽ അത് അതിസാഹസികമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കബീർക്ക അതിസാഹസികമായി തന്നെ മണ്ണുകൾ കോരിയിടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം മണ്ണായി വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഇടുന്നത് ചകിരിപ്പിന്നെ അതേ പശി പോയിട്ട് എടുത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചകിരിപ്പിന്നെ കടൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ എല്ലാവരും കൂടെ അതിൽ കുത്തി നിറച്ചും കൊണ്ടിരിക്കുക കേട്ടോ ചകിരിപ്പിന്നം. കാരണം വെയിറ്റ് കുറക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചകിരിപ്പിന്നെ ആവശ്യം പോലെ ഇടുന്നുണ്ട് കേട്ടോ. യാതൊരുവിധ വിശപ്പും കാണിക്കാതെ തന്നെ ഇടുന്നത്. അത് കഴിഞ്ഞതും നേരെ കബീർക്ക മണ്ണ് വാരിയിലൂടെ ഇടുന്നു കേട്ടോ. അങ്ങനെ ഇതേ 2 കൈക്കോട്ട് ഇട്ടു ഒന്ന് അമർത്തിയും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ അമർത്തിയതിന് ശേഷം കുറച്ച് സൂപ്പർ മീൽ, അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ കുറച്ച് ഒരു പിടി നേരെ വാരി 4 പുറത്ത് പോയിട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചകിരിപ്പിന്നം തന്നെ വാരി നിറക്കുക കേട്ടോ. ചകിരിപ്പിന്നം തന്നെയാണ് ഇതിൽ മെയിൻ താരം. പിന്നെ മണ്ണും ചകിരിച്ചോറും പിന്നെ ചെടിയും പിന്നെ ചട്ടിയും എല്ലാം താരങ്ങൾ തന്നെയാണ്. പക്ഷെ മെയിൻ ചകിരിപ്പിന്നം. അപ്പം അങ്ങനെ ചകിരിപ്പിന്നം പരത്തിയതിന് ശേഷം വീണ്ടും മണ്ണിട്ട് ഏകദേശം ഫില്ലാക്കിയതിന് ശേഷം ഒന്നിട്ട് കുലുക്കും. ആ കുലുക്കലിൽ എല്ലായിടത്തും ഒരേ മാതിരി എത്തും. അപ്പം അങ്ങനെ സിദ്ദിഖായി മൊത്തത്തിൽ കുലുക്കി കബീർക്ക് വന്ന് ഒന്ന് നേരം പോലെ ഒപ്പാക്കിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ നിറച്ച യുജീനിയയുടെയും അതിൻ്റെ ഇടയിൽ നമ്മൾ റെഡ് ഫാം നിറച്ച് കഴിഞ്ഞിട്ടോ. റെഡ് ഫാമിൻ്റെയൊക്കെ ഇടയിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഇതേ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് പുതിയൊരു അതിഥിയെയും കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത മിച്ചി മേരി ഗോൾഡ്, ഇതിൻ്റെ തുണയായ അടുത്ത മിച്ചി മേരി ഗോൾഡ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു വിധം ആയതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ ചൈന ഡോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ മരുന്ന് ചകിരി പിന്നിട്ടു മണ്ണിട്ടു. ഇനി നമ്മൾ ചൈന ഡോളും ചട്ടിയിൽ നിന്ന് ഊരിയൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അതിസാഹസികമായി തന്നെ നമ്മുടെ ചെടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചൈന ഡോളിനെയും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സെറ്റാക്കി വന്നപ്പോഴേക്കും നമ്മുടെ കബീർക്ക അതിസാഹസികമായി നമ്മുടെ മണ്ണൊക്കെ കോരിട്ട് തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് കോരിട്ടപ്പോഴും നദി നിർത്തി കയറിട്ട് ചകിരിപ്പിന്നവും കുത്തി നിറക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടാൻ കുറച്ച് താമസം വന്നു, അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇതേ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സൂപ്പർ മീൽ ഇട്ടു ഒക്കെ ശരിയായതിന് ശേഷം ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചകിരിപ്പിന്നം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണ് വാരി കോരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേ ഇതുപോലുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ വീഡിയോയിൽ ലാസ്റ്റ് നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ അത്യാവശ്യം അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് ഈ ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാവും. മാത്രമല്ല സിദ്ദിഖായി അവിടെ ചെടിയൊക്കെ പാടെ നിറച്ചതിൻ്റെ ക്ഷീണത്തിൽ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എന്താ അല്ലേ, ചൂടോട് ചൂടാണ്, പ്രത്യേകിച്ച് പാലക്കാട് കൊടും ചൂടാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചൈന ഡോൾ നമ്മൾ നേരെ എടുത്ത് പോകുക കേട്ടോ. നേരെ എടുത്തിട്ട് കബീർക്കായി ഉപ്പശും കൂടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കട്ടെ. ചൈന ഡോൾ, മിച്ചി മേരി ഗോൾഡ്, അങ്ങനെ എല്ലാ സംഭവത്തിനും കൂട്ടത്തിൽ ഒരുത്തനും കൂടി. അതിൻ്റെ ഇടയിൽ നമ്മൾ റെഡ് ഫാം ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തതിൽ ചകിരിപ്പിന്നം, മണ്ണ്, വീണ്ടും ചകിരിപ്പിന്നം ഇട്ട് കുറച്ചുകൂടി മണ്ണിട്ട് കേട്ടോ. ഇനി അടുത്തതായി പുതിയ ഒരാളെയല്ല ഈ നിറച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനത്തെ മണ്ണൊക്കെ ഒരുവിധം ഇട്ട് കട്ടകളൊക്കെ മാറ്റി ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ട് ഇനി ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല പേടിണ്ടായിട്ട് ഈ സംഭവം കൊട്ടുമ്പോൾ അഥവാലും വേറെ ഇളകി കഴിഞ്ഞാൽ ഹലാക്കിൻ്റെ ഔലും കഞ്ഞിയാവും. അങ്ങനെ അതിസാഹസികമായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. പതുക്കെ ഇങ്ങനെ ഉള്ളിൽ ഭയം കൂടുതലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പതുക്കെ ഇങ്ങനെ കൊട്ടിയിട്ട് കണ്ടില്ലേ, അളകാതെ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ ഏകദേശം എടുത്തിട്ടോ.
സംഭവം എടുക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇളകി കഴിഞ്ഞാൽ അപ്പോൾ പണി പാളി. പിന്നെ അത് കൊടുക്കാനും പറ്റില്ല, ഒന്നിനും പറ്റാതെ അവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കും. അപ്പം അങ്ങനെ സിദ്ദിഖായ ഒന്ന് ധൈര്യപൂർവ്വം തന്നെ പൊന്തിച്ചിട്ട് എന്ത് വരാന്ന് വെച്ചാലും വരുന്നിടത്ത് വെച്ചിട്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പൊന്തിച്ചിട്ടോ. അതിലവിടെ കൊട്ടികളുണ്ടല്ലോ കെറുത്തിയായിട്ട് അങ്ങോട്ട് കിട്ടി. ഒരു കുഴപ്പവും പറ്റില്ല ചെടിക്ക്. മണ്ണിന്ന് കറക്റ്റ് ഊരി പോകുന്നു കേട്ടോ. നല്ല വൃത്തിക്കൊണ്ട് ഊരി പോകുന്നുണ്ട്. അടിപൊളിയായിട്ടോ. ആ ഫയർ പാലവതിൻ്റെ ഒരു കളറുണ്ടാ. ഇതൊക്കെ വേണമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് നമ്പർ കൊടുക്കട്ടെ. ആ നമ്പറിനോട് വിളിച്ചാൽ നമുക്ക് ഫയർ പാൽ ഓറഞ്ച് ആയാലും റൂബി റെഡ് ആയാലും ഫ്ലെയിം റെഡ് ആയാലും ചില്ലി റെഡ് ആയാലും ഏത് ഹൈബ്രിഡ് വെറൈറ്റി ഒരുവിധം നമ്മുടെ അടുത്തുള്ളതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗതിർക്ക് കാണിച്ചു തന്നെ. ഇവന്മാർ ഇതിൽ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മെറ്റലോട് കോരിട്ടിക്കാണ് ചട്ടടി. വെറുതെ എത്ര വെയിറ്റ് തോന്നിയിട്ട്. അങ്ങനത്തെ നമ്മൾ മണ്ണ് കടൽ തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട്. ഇത് നമ്മൾ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല. എന്തായാലും അവസാനം നമുക്കൊരു മനസ്സമാധാനം ഉണ്ട്. ഇതൊന്നും കിട്ടിയപ്പോഴാണ് ഒരു മനസ്സിനൊരു സുഖം വന്നിട്ടോ. അങ്ങനത്തെ സിദ്ദിഖായും എല്ലാവരും കൂടി ലെവലൊക്കെ നോക്കി ഫുള്ള് മണ്ണൊക്കെ ഇട്ട് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഏകദേശം ഒക്കെ ലെവലാക്കി മണ്ണൊക്കെ ഇട്ട് ഫുള്ള് സ്റ്റഡി ആക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ചകിരിപ്പിന്നം വാരി നിറക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചകിരിപ്പിന്നത്തിൻ്റെ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചകിരിപ്പിന്നം കിട്ടുന്നിടത്തോളമൊക്കെ വാരി നിറച്ച് ഇനി നമുക്ക് കുറച്ച് മണ്ണിടാണ്ട് കേട്ടോ. മണ്ണിട്ട് ചകിരിപ്പിന്നിട്ട് മണ്ണിട്ട് ഫുള്ള് മിക്സ് റെഡി ആക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് മറ്റവന്മാരുടെ കൂട്ടത്തിലേക്ക് കയറ്റിയൊക്കെ കേട്ടോ. ഇത് മാത്രമല്ല, ഇനി നമുക്കൊരു പൂന വയലറ്റും കൂടി ചട്ടിയിൽ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇനി അടുത്തതൊരു പേടിയുള്ളത് അതിലാട്ടോ, പൂന വയലറ്റ്. അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ആ സാധനമാണ് അത്. അടുത്ത ഇന്നൊന്ന് സെറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതേ നമ്മുടെ മണ്ണൊക്കെ ഒരുവിധം ഒപ്പം ഫില്ലാക്കി ലെവലാക്കി കുലുക്കി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കുലുക്കി റെഡിയാക്കി വിട്ടിട്ടുണ്ട് സിദ്ദിഖായി. അടിപൊളിയാക്കിയിട്ട് ഇറങ്ങി നല്ല രസത്തിൽ പൂത്ത് നിൽക്കണ ആ ചെടിനെ അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഏകദേശം അമർത്തി ഒപ്പമാക്കിയതിന് ശേഷം നമ്മളിനി നേരെ ചെടിനെടുത്ത് കൊണ്ടുപോകാൻ പോകുക കേട്ടോ. അപ്പം ഇനി നേരെ ഇതേ സിദ്ദിഖായി അവിടെയൊക്കെ വെക്കാനുള്ള ഗ്യാപ്പും ഫുള്ള് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ സൈഡൊക്കെ കറക്റ്റാക്കി പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് വെറുതെ ഒരു പണിയിലായിരുന്നു നോക്കുമ്പോൾ. അപ്പം അങ്ങനെ ഇതേ നമ്മൾ ഏകദേശം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫയറോപ്പാൽ ഓറഞ്ച് സെറ്റ് ചെയ്തതിൻ്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് ഇതാട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കണ വീഡിയോ ഫുള്ള് രാത്രിയാണ്. അതുകൊണ്ട് വലിയ ലെയർ ഇല്ലാത്തതുകൊണ്ട് ഇതന്നെ നേരെ പോലെ കണ്ട നല്ല രസം ഉണ്ടാകും കേട്ടോ. അങ്ങനെ പെശിയും കബീർക്കയും കൂടി അവന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊമ്പ് ഇങ്ങനെ പൊന്തിച്ച് കെട്ടാന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം കൊമ്പ് താത്തിയിട്ടാലേ രസമുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിട്ട് ഇതാക്കുകൊണ്ട് മാത്രം അങ്ങനെ വിട്ടിക്കണേ. അങ്ങനെ അതേ നമ്മുടെ ഷോക്കൗങ് നിറച്ചു, മിച്ചി മേരി ഗോൾഡ് നിറച്ചു, ചൈന ഡോള് നിറച്ചു, അതുപോലെ തന്നെ ഫയറോപ്പാൽ ഓറഞ്ചും നിറച്ചു. അപ്പം ഇതേ അടുത്തത് നമ്മൾ വേറൊരു ചട്ടി എടുത്ത് അതിൽ ചകിരി പിന്നവും മണ്ണും ഒക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ മൊസാണ്ടനെ കേട്ടോ. മൊസാണ്ട വെക്കാനുള്ള കവറൊക്കെ കീറി കവറെടുത്ത് മാറ്റി. അപ്പോഴേക്കതേ മണ്ണ് ഫുള്ള് പൊട്ടിപ്പോയിട്ടോ. ഇതാണ് നമ്മൾ ബോഗൺവില്ലയിൽ സംഭവിക്കുന്നത് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ വേറെ ഇറങ്ങിയതൊരെണ്ണമൊന്ന് പറിച്ച് വെയിലത്ത് വെച്ച് നോക്കുമ്പോൾ ആകെ വാടിയ ചെടി ഇറന്നിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചെടി മാറ്റിയിട്ട് 2 ചെടിയും പാടെ ഒന്നിൽ കൊടുക്കാനാണ് ഇപ്പോൾ വിചാരിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം മറ്റേത് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്തും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് 2 പാടെ ഒന്നിലാക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഏകദേശം ആകുമ്പോൾ കെതിർക്ക ഇന്നിരുന്ന് കത്തിയും വാങ്ങിയിട്ട് അടുത്ത മൊസാണ്ടയും കൂടി എടുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മൊസാണ്ടയുടെ അടിയിൽ ഫുള്ള് കൊമ്പാണെങ്കിലും ഇപ്പോൾ കൊണ്ടുപോയി വെച്ചിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവുന്നതായിട്ട് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മൊസാണ്ട കണ്ടോ, അടിയിൽ നല്ല അടിപൊളി കൊമ്പൊക്കെ കയറി വന്ന് ഉഷാറായി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ കബീർക്ക് അതിസാഹസികമായി തന്നെ നമ്മുടെ മൊസാണ്ടയുടെ കവറൊക്കെ ഊരിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ മൊസാണ്ടയുടെ കവറൊക്കെ ഊരി 4 പുറത്തെ മണ്ണൊക്കെ പെശി പൊട്ടിച്ച് കളയുന്നു കേട്ടോ. അതിൻ്റെ മണ്ണ് കളയാണ്ടാവില്ല, അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ
പൊട്ടി പോകാത്തതുകൊണ്ട് നമ്മൾ ഫുള്ളെടുത്ത് കളയാം കേട്ടോ. അപ്പോൾ കളയുന്നല്ല, അങ്ങനെ വെറുതെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതേ നമ്മൾ 2 മൊസാണ്ടയും ഒറ്റ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു വാട്ടുണ്ട് പറഞ്ഞില്ലേ, ആ ഒരു വാട്ടമാണ് ഈ വാട്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ 2 ചെടിയും പാടെ ഒറ്റ ചട്ടിയിലുണ്ടാക്കിയിട്ട് ചകിരി പിന്നെ മണ്ണ് ഒക്കെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ കബീർക്ക് മണ്ണ് കോരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അധികം ചകിരിയൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ മൊസാണ്ടറെ ചട്ടി ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സിദ്ധിക്കായൊക്കെ ഇരുന്നിട്ട് ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പേച്ചപ്പോൾ അവിടെ കരിഞ്ഞ കൊമ്പുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മുടെ നടക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ കേട്ടോ. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ. അതുപോലെ തന്നെ ഇതിൻ്റെ 3rd പാർട്ടും 4th പാർട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് റെഡിയായി വരുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മുടെ കടയുടെ അത്യാവശ്യം കടത്തുള്ളവർക്ക് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഏത് ചട്ടിയിലും ആണെങ്കിലും പറഞ്ഞാലും നമുക്ക് സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി തരാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നേരെ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് കാണാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ആ ഒരു പാർട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.